മോളോട്ട് പോകണ്ട. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വാ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പിന്നെ ഉണ്ടല്ലോ ഷായട്ടില് പറമ്പിൽ അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. വാ. അപ്പോൾ ഷായട്ടിലെ എന്താ പറയാ പറമ്പിൽ കളിക്കലാണുമ്പോഴേ എല്ലാവർക്കും തോന്നും ഇതെന്താ ഈ ഷായട്ടിന് പറമ്പിൽ മാത്രമേ കളയുള്ളൂ എന്നുള്ളത്. പക്ഷെ ഷായിട്ട് അങ്ങനെ പറമ്പിൽ കളിക്കുന്ന കാരണമാണ് നമ്മുടെ പറമ്പ് ഇത്രയും വൃത്തിയിൽ ഇങ്ങനെ കൊണ്ട് നടക്കാൻ നമുക്ക് പറ്റണത് കേട്ടാ. പിന്നെ ഷായിട്ടിന് പണിയില്ലാത്ത ആളല്ല, ഷായിട്ടിന് സ്വർണ്ണപ്പണിയാണ്, വീട്ടിലെപ്പോഴും പണിയുള്ള ആളാണ്. പക്ഷെ ഈ പണി ഇല്ലാത്ത ചെറിയ ഗ്യാപ്പുകൾ കിട്ടുമ്പോഴാണ് ഷായിട്ട് ഇങ്ങനെ പറമ്പിൽ ഇറങ്ങി കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. എന്താ പറയാ, എന്തിട്ട് പറയാല്ലേ ഷായിട്ട പറയില്ലല്ലോ. നമുക്കെന്ന് പറഞ്ഞാൽ വേറെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള കുറേ പരിപാടികളൊന്നും ഇല്ല. ഉള്ള സമയം ഇവിടെ ഇഷ്ടംപോലെ ഇവിടെ പണിയുള്ള കാരണം ഇതായിട്ട് ഈ കോഴികളെടുത്തും ഇവരെ കാര്യങ്ങൾ തന്നെ എന്തായാലും എല്ലാ ദിവസവും നോക്കണം. അതേമാതിരി ഇപ്പോൾ ഈ ചെറിയ ചെറിയ പച്ചക്കറികൾ നടന്ന കാരണം എന്തായാലും ഇവരെടുത്ത് എന്നും പോയി നമ്മൾ കുട്ടികളെ നോക്കണ മാതിരി നോക്കണം, എന്നാലും വില ഉണ്ടാവുള്ളൂ. ഒരു ദിവസം തന്നെ മാറിയിട്ടുണ്ടെങ്കിൽ അത് പോയിണ്ടാവും. അങ്ങനെയാണ് കൂടുതൽ ടൈം നമുക്ക് ഇവരെ ശ്രദ്ധിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അതൊക്കെ കൂടുതൽ ടൈം ഇവിടെ. പിന്നെ ഞങ്ങളിപ്പോൾ പുറത്തേക്കൊക്കെ പോകാറുണ്ട്. ഇപ്പോൾ ടൂറ് എല്ലാ കൊല്ലം പോയിരുന്നതാ. കോവിഡിന് ശേഷം പോയിട്ടില്ല. ലാസ്റ്റ് പോയിട്ടുള്ളത് ഞങ്ങൾ മലേഷ്യ. ഞങ്ങളിപ്പോൾ ഞാനും സ്മിതിയും ഞങ്ങളുടെ 2 പിള്ളേരും കൂടിയിട്ട് തന്നെ പോയിട്ടുള്ളത്, മക്കളിനും കൂടിയിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്കാണെങ്കിൽ കമൻറ്റ് വരാറുണ്ട്, സ്മിത വീട്ടിലത്തെ പണികൾ മാത്രം ഒന്നും കാണിക്കാണ്ട് പുറത്തേക്ക് പോണത് കാര്യങ്ങളും കാണിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു വർഷം ഞാൻ ഒരു ഫംഗ്ഷനും പോയിരുന്നില്ല. അപ്പോൾ ഇനി തൊട്ട് ഞാൻ പോണ കാര്യങ്ങളും പുറത്തേക്ക് ഞാൻ പോണ കാര്യങ്ങളൊക്കെ ഇട്ട് ഇനി നമ്മുടെ വീഡിയോയ്ക്ക് അങ്ങനെ വരും കേട്ടോ. അപ്പോൾ പുറത്തേക്ക് പോവാത്തതിൻ്റെ കാരണം അറിയാലോ. കാരണം അച്ഛനമ്മ മരിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ. ശരിക്കും നമ്മൾ മലയാളം ഡേറ്റും കാര്യങ്ങളും നോക്കുമ്പോൾ നമ്മുടെ എന്താ പറയുക കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ആ ഡേറ്റിന് നോക്കുമ്പോൾ ഒരു വർഷം കഴിഞ്ഞു. പക്ഷെ ഇംഗ്ലീഷ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ സ്മിതയുടെ അച്ഛൻ ഡിസംബർ അവസാന ദിവസം, അതായത് 30-ാം തീയതി മരിച്ചത്. ഇവിടെ അമ്മയാണെങ്കിൽ ജനുവരി 1. അപ്പോൾ അത് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ന്യൂ ഇയർ എന്ന് പറയുന്നത് ഇല്ല. ഇപ്രാവശ്യം തീരില്ല. ഒന്നാമത് പൊതുവെ ആഘോഷിക്കാറും ഇല്ല കേട്ടോ. നമ്മൾ സാധാരണ ടി വി ഒക്കെ കണ്ട് ഒരു 12 മണി വരെയൊക്കെ ഇരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകതയില്ല. ഇപ്രാവശ്യം തീരുമില്ല. എന്ന് വെച്ചാൽ അവരെ ഓർക്കാണ്ട് ഒരു ന്യൂ ഇയർ പോവില്ല. നമുക്ക് കൊല്ലം അവസാനിക്കുന്നുണ്ടെങ്കിലും ഒരു പുതിയൊരു വർഷം തുടങ്ങുന്നുണ്ടെങ്കിലും അച്ഛനും അമ്മേനെ ഓർക്കാണ്ട് നമുക്കത് ഇല്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മക്കള് കടയിട്ട കാരണം ഇപ്പൊ അവര് രണ്ടുപേരും കൂടി ഇല്ലല്ലോ. അപ്പോഴും ഞങ്ങൾ തന്നെയുള്ള അവിടെ. അപ്പൊ ഇതന്നെ പണി ഞങ്ങക്ക്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങള് ഇപ്പൊ എനിക്ക് ഷായിട്ട് മുളക് നടാനുള്ള ഒരു സ്ഥലം റെഡി ആക്കി തന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊരു വാഴ വെട്ടാനുണ്ട്. വാഴ വെട്ടാന്ന് വെച്ചാൽ വാഴക്കൊല വെട്ടാനുണ്ട്. അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഞങ്ങളൊരു സാഹസികമായിട്ട് എടുത്തിട്ട് ചെയ്യുന്നത്. എന്നുവെച്ചാൽ അതിന്റെ അടിയിൽ കുറെ പച്ചക്കറി എടുക്കണ കാരണം പച്ചക്കറി ഉണ്ട് കുറെ. അപ്പൊ അത് മിരിക്കുന്ന വാഴ വീഴ, അതുകൊണ്ട് ഉള്ള ഒരു ഇതുണ്ട് ശരിക്കും. അപ്പൊ ഇനി ഷായിട്ട് ഇവിടെ നമുക്കൊരു ചോളം വെക്കാന്നുള്ള രീതിയിലാണ് ഇവിടെ കളിക്കണേ. എനിക്കാണെങ്കിൽ അവിടെ കുറച്ച് മുളക് നടാനുള്ള സ്ഥലം റെഡി ആക്കുന്നുണ്ട്. ഞാനപ്പോൾ അത് നടാൻ പോവാം. അപ്പൊ നമ്മള് എന്തായാലും ന്യൂ ഇയർ അല്ല, അപ്പൊ എല്ലാവർക്കും ഒരു നല്ലൊരു പുതുവർഷം ഉണ്ടാവട്ടെ. ഹാപ്പി ന്യൂ ഇയർ. പിന്നെ നമ്മുടെ കൺമണിക്കുട്ടിയുടെ കൺമണിക്കുട്ടി ഇന്ന് അമ്മൂമ്മേടെ വീട്ടിലാണ്. അപ്പൊ അത് കാരണം കൺമണിക്കുട്ടിയുടെ വക ഹാപ്പി ന്യൂ ഇയർ ഞാൻ തന്നെ പറയാം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇനി ഞങ്ങളുടെ പണിയിലേക്ക് തന്നെ ഇറങ്ങട്ടെ. ഇതുണ്ടല്ലോ നമ്മുടെ പച്ചക്കാന്താരി കേട്ടാ. ഒരു വർഷം നമുക്ക് പച്ചക്കാന്താരി നന്നായിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഉണ്ടായി കിട്ടണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം മറ്റുള്ള മുളക് ഉണ്ടാവണ പോലെയല്ല. നമ്മുടെ വീട്ടിലെ വെള്ളക്കാന്താരി ഉണ്ട്, അതൊക്കെ നന്നായിട്ടുണ്ടാവും. പക്ഷെ പച്ചക്കാന്താരി ഉണ്ടായി കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. ഉണ്ടായി കിട്ടണം എന്നുള്ള നല്ല ആഗ്രഹമുണ്ട്. ഇത്
ഇതേ ഒരു 15 അടിയോളം ഉണ്ട് ഹൈറ്റ് ഈ വാഴ. അപ്പോൾ കൊല എങ്ങനെ വെട്ടണ്ടെന്നൊരു പിടുത്തല്ലേ. അപ്പം ഞങ്ങളൊരു സാഹസികമായിട്ട് ഒരു ഇത് ചെയ്യുന്നത്, കോണി ഞാൻ പിടിക്കാമെന്ന് വെച്ചു. സ്മിതേനെ മുകളിൽ കയറ്റിയിട്ട് അത് കെട്ടി അങ്ങനെ കയറിട്ടിട്ട് വലിക്കാന്ന് വെച്ചിട്ട് നിൽക്കണത്. നോക്കിയോ ഒരു പരീക്ഷണം. ഞാൻ കയറിയ ഉൾക്ക് അത് താങ്ങി പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ കോണി പിടിക്കാന്ന് വെച്ചു. ചെയ്യല്ലേ അങ്ങനെ? ഞാൻ റെഡിയാ. അപ്പൊ ഞാന് നമ്മുടെ ആ വാഴയുടെ മുകളിലേക്ക് കയറാൻ പോകട്ടാ. എനിക്കിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കയറുന്നതിൽ പേടിയൊന്നുമില്ല. ഷായേട്ടൻ്റെ എന്താ പറയാ, എന്തായാലും ഷായേട്ടനെ തട്ടിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഞാൻ എന്തായാലും കയറട്ടെ. ഞാൻ കയർ കെട്ടിയിട്ട് ഇപ്പൊ ഇറങ്ങി വരാട്ടാ. ഹൈറ്റ് ഭയങ്കര കാരണം നമുക്ക് നമ്മൾ വെച്ചിട്ടുള്ള ചീര പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ അതുമിക്ക് വീഴരുതെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതേപോലെ തന്നെ അതിലൊന്നും വീഴാൻ തന്നെ നമ്മുടെ വാഴ പോലെ അവിടെ വന്ന് വീഴുന്നുണ്ടെങ്കിലും കായ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടാ. കാരണം നമ്മള് സ്ലോവിൽ തന്നെയാണ് പതുക്കെ വന്നിങ്ങനെ. പക്ഷെ കായ്ക്ക് ഒരു കംപ്ലൈന്റും ഇല്ല. ശരിക്കും നല്ല ഭംഗിയുള്ള കൊലകളായിട്ട് നമുക്ക് ഉണ്ടാവാറ്. ഈ ഹൈറ്റ് പോണേന്റെ എല്ലാ വട്ടം പറയണ പോലെ അങ്ങനത്തെ ഒരു കുഴപ്പമുള്ളത് നോക്കിയാ നല്ല ഭംഗിയുള്ള കായ.
അടിപൊളി വലിയ അങ്ങനെ നമുക്ക് മനസ്സിലായല്ലോ, വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാൻ പറ്റും. എനിക്ക് ഷായിട്ടിനോടുള്ള വിശ്വാസം എത്ര ഉണ്ടെന്ന് മനസ്സിലായില്ല. ഞാൻ ഇത്രയും ഹൈറ്റ് കയറാനായിട്ട് എനിക്കൊരു പേടി ഉണ്ടായിരുന്നില്ല ചേട്ടാ. 15 അടി ഹൈറ്റ് ഉണ്ടോ? 15 കൂടുള്ളോ? അപ്പൊ പിന്നെന്താ ലേശായിട്ട് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയല്ലേ ഉള്ളൂ. ഇനിയിപ്പോ നമ്മുടെ എന്താ പറയാ, വാഴപ്പിണ്ടി നമുക്ക് വീട്ടിൽ വെക്കാനുള്ളതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കോഴികൾക്കൊക്കെ കഴിക്കാനൊക്കെ ഉള്ളതുണ്ട്. പിന്നെ ഒരു കാര്യം കേട്ടോ, നമ്മളെ ഈ വാഴ ഇതേപോലെ സാഹസികമായിട്ട് ഞങ്ങൾ വെട്ടിയെടുക്കാനായിട്ട് കാരണം ഉണ്ട് കേട്ടോ. കാരണം എന്താ പറയുക, ഈ വാഴ നല്ല ഹൈറ്റ് അല്ലേ, 15-16 അടി ഹൈറ്റ് ഉണ്ട്. അപ്പൊ ഈ വാഴ വീണിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഴ വീഴ നേരെ നോക്കിയാൽ താഴെ അതിന്റെ അടിയിൽ നിൽക്കണത് നോക്കിയാൽ നമ്മുടെ കോളിഫ്ലവറും ക്യാബേജും അതേപോലെ തന്നെ ചൈന ക്യാബേജ്, ബ്രൊക്കോളി, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. ചീര, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ നട്ടിട്ടുള്ളത്. അതുപോലെ ഇപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് വീഴുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിയും പോവും. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഈ കായക്കൊള്ളി ഇതേപോലെ വെട്ടിയെടുത്തത് കേട്ടോ. ഇനി ഇത് വേണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കൊള്ളി പറിക്കാനുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെ ഈ കൊള്ളിത്തറിയില്ലേ, ഇത് നമ്മൾ പയറ് കുത്തി കൊടുത്തില്ലല്ലോ ചേട്ടാ. അപ്പൊ നമുക്ക് വന്നിട്ട് ഇങ്ങനെ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ, സ്മിത പയറിന് കുത്തി കൊടുക്കണം, ഒന്നും മിണ്ടാണ്ട് കിട്ടാ, പയറിന് കുത്തി കൊടുക്കണ കൊള്ളിക്കറി പറിക്കണത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് പറിച്ച് നോക്കാട്ടാ. അത്യാവശ്യം വലിപ്പമുള്ള കൊള്ളി ഉണ്ടാവാറുണ്ട്, നമുക്ക് അറിയില്ല. നമ്മുടെ ടർക്കികളെ എന്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഒപ്പം സംസാരിക്കും. അതാണ് അവരുടെ സൗണ്ട് എടുത്തോണ്ടിരിക്കണേ. കുറച്ചേരം മിണ്ടായിരിക്കട്ടാ. ഉണ്ടോന്ന് അറിയില്ലേട്ടാ, നോക്കിയോ. നമ്മളെ ഒരക്ഷരം പറയിപ്പിക്കില്ല. നമ്മുടെ ടർക്കികള് കണ്ട നമ്മള് നനയ്ക്കണ കാരണം ഉണ്ടല്ലോ, കളിക്കാൻ സുഖം ഉണ്ട് കേട്ടോ. മണ്ണൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ എന്താ പറയാ സുഖമായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ ചേട്ടാ, അല്ലേ? ഉണ്ട് തോന്നുന്നുണ്ട്. നോക്കാം. കൊള്ളിയുള്ള കാരണം തോന്നുന്നുണ്ട് ഷായിട്ടിനെ വലിക്കുമ്പോഴേ അങ്ങനെ കിട്ടാത്ത ഷായിട്ടാ, അല്ലേ? സ്വല്പം മണ്ണ് പോയി കിട്ടും. കാരണം ഇത് എന്താ പറയാ, ഇപ്പൊ അത്യാവശ്യം ടൈം ആയിട്ടുണ്ട്, ഉണ്ടാവേണ്ട ടൈം ആയിട്ടുണ്ട്. നമുക്ക് 6 മാസം 1 വർഷം കൊള്ളിയാണ് ഉള്ളത്. അപ്പൊ എന്തേലും ഉണ്ടാവും. അയ്യോ പൊട്ടി. അയ്യോ കണ്ട കൊള്ളിയുണ്ട്, കണ്ടത് എത്ര കൊള്ളി പൊട്ടിയിരിക്കണേ. കൊള്ളിയുണ്ട് കണ്ട, 2 വലിയ കൊള്ളി പൊട്ടിയിട്ടുണ്ട്. 2 അല്ല കേട്ടാ, ഈ ഒരു സൈഡിൽ നോക്കിയേ, കണ്ട ഇവിടെ ഈ ഒരു സൈഡിൽ 3 ആള് പൊട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ മാന്തി നോക്കുന്നുണ്ട്. അതെ, ഒരാളെ കിട്ടി. അടുത്ത ആള്. ഈ കിട്ടുന്ന കൊള്ളികളൊക്കെ നമുക്ക് എന്താ പറയാ, ബോണസ് ബോണസ്. അതന്നെ, ഒരു ചെലവിലാണ് കിട്ടുന്നതല്ല ഇത്. ഇപ്പൊ ഇതിന് തൊട്ടൊരു കട നിൽക്കണുണ്ട്. ഇതിമേ ഉണ്ടാവട്ടെ, ഇതേപോലെ തന്നെ ഉണ്ടാവും. ഇതിമേ അത്യാവശ്യം നീളുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ ഷൈട്ടാ? ആ നീളുണ്ട്. അയ്യോ അതിന്റെ തുമ്പ പൊട്ടി. സാരി കണ്ടാ, അപ്പൊ അത് പറിക്കണ്ടേ ഷൈട്ടാ? കണ്ടല്ലോ, ആ മതി. അപ്പൊ ഇന്ന് നമ്മുടെ എനിക്കൊരൊറ്റ കാര്യം പറയാൻ പറ്റില്ലെന്നേ, കുറച്ചു നേരം ഉണ്ടാണ്ടിരിക്കോ. ഇന്നുണ്ടല്ലോ നമ്മുടെ ഈ കൊള്ളി കൊണ്ട് നമ്മൾ വെക്കുന്നത് പാൽക്കൊള്ളി ചിക്കനായിട്ടാണ് നമ്മൾ വെക്കുന്നത്. ഞാൻ പോട്ടെ. അടുത്തൊരു മുതലത്
നമുക്കുണ്ടല്ലോ ഹായ് പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാചകത്തിലേക്ക് പോവാട്ടാ. അപ്പോൾ ആദ്യം ഞാൻ ഹായ് പറയുന്നത് ചേച്ചിയോടാണ്. അപ്പോൾ അജിത രാജൻ, അജിതേച്ചി ഹായ്. പിന്നെ നീനു അനീഷിൻ്റെ 2 മക്കൾക്കാണ് ഹായ് പറയാൻ പറഞ്ഞിട്ടുള്ളത്, ആത്മികയ്ക്കും അനാമികയ്ക്കും. അപ്പോൾ ഹായ് ആത്മിക, ഹായ് അനാമിക. അപ്പോൾ നമ്മുടെ പാചകത്തിലേക്ക് പോവാം. അപ്പോൾ ഞാനുണ്ടല്ലോ നമ്മുടെ കൊള്ളിലേക്ക് നന്നാക്കി കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എന്താ പറയുക, കൊള്ളീനാ പറയുക, കുറേ സ്ഥലത്ത് കപ്പ എന്നാണ് പറയുക. അപ്പോൾ ഈ കൊള്ളിയിൽ നമുക്കിതാ കുറച്ച് വെള്ളം ഒഴിക്കാം. അതായത് നമുക്കുണ്ടല്ലോ ഈ കൊള്ളി തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഈ വെള്ളം ഊറ്റി കളയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് എടുക്കാട്ടോ നമുക്ക്. അപ്പോൾ ഞാനിതാ തീ കത്തിച്ച് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ഇരുന്ന് തിളക്കട്ടെ. ഇനി നമുക്കുണ്ടല്ലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചിക്കൻ എന്ന് പറയുന്നത് ഒരു 1.5 കിലോനാട്ടെ ഈ ചിക്കൻ. പിന്നെ കൊള്ളി നമ്മുടെ ചിലപ്പോൾ 1 കിലോനേക്കാളും കൂടുതൽ ഉണ്ടാവുള്ളൂ. അത്രയും കൊള്ളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചിക്കൻ കുറച്ച് കൂടുതൽ കറി വെച്ചതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. നമുക്ക് ഈ പാൽക്കപ്പേരെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് ഒരു കറി വെക്കണമെന്നുള്ളൂ. അതിപ്പോൾ ചിക്കൻ കറി അല്ലെങ്കിൽ നല്ല മീൻ കറി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ചിക്കനിലേക്ക് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മൂന്ന് സബോള നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ നോക്കിയാൽ ഒരു കഷ്ണം വെള്ള വെളുപ്പുള്ളി ഇഞ്ചി, ഒരു തുട വെളുത്തുള്ളി, പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചിയൊക്കെ ചോപ്പറിലിടുമ്പോൾ എന്തായാലും ചെറിയൊരു കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടിട്ട് വേണം ചതച്ചെടുക്കാനായിട്ട്. എല്ലാം കൂടി ഒരുമിച്ച് തന്നെ നമുക്ക് ചതച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. വെളുത്തുള്ളി, പച്ചമുളകും, പിന്നെ ഇതിൻ്റെ കൂടെ ഞാനിതാ കുറച്ച് കറിവേപ്പില കുറച്ച് കൂടിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇതേപോലെ നമ്മളിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ഈ ചിക്കനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കുണ്ടല്ലോ നമ്മൾ ഈ അരിഞ്ഞോണ്ട് സവാള ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ആയിട്ടാ. മഞ്ഞൾപ്പൊടി നോക്കിയാൽ ഞാനിതാ ഒരു 3/4 ടീസ്പൂണിൻ്റെ അവിടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും പൊടി ഇതാ 1 ടീസ്പൂണും ഒരു 1/4 ടീസ്പൂണും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് പച്ച വെളിച്ചെണ്ണ ആയിട്ട് ഒഴിച്ച് കൊടുക്കണേ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് എല്ലായിടത്തേക്കും നമ്മുടെ ഈ മസാലകളൊക്കെ ആവണ രീതിയിലൊന്ന് എന്താ പറയുക ആക്കിയെടുക്കാം കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ തന്നെ യോജിപ്പിച്ചെടുത്തോളൂ. നോക്കിയേ ഇതേപോലെ നമ്മളിങ്ങനെ കണ്ട യോജിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങോട്ട് നീക്കി വയ്ക്കാം. ഒരു 10 മിനിറ്റ് നേരമൊക്കെ ഒന്ന് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ കേട്ടോ. നമ്മുടെ കൊള്ളി അടപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഞാനുണ്ടല്ലോ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലത്തെ വെള്ളം ഒന്ന് നമുക്ക് ഊറ്റി കളയാം കേട്ടോ. അപ്പം നമ്മളൊരു തരി വെള്ളം ഇല്ലാണ്ട് എല്ലാവരും ഊറ്റിയെടുത്തിട്ടുണ്ട് കണ്ട, തീരെ വെള്ളമൊന്നുമില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് നാളികേരം പാലാണ്. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നാളികേരത്തിൻ്റെ പാല്, അതായത് 1/4 പാൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടിച്ച് നീക്കി വെച്ചു. പിന്നെ ഉള്ളത് ഒരു 3 കപ്പോളം വെള്ളമൊക്കെ ഒഴിച്ച് 2 പ്രാവശ്യമൊക്കെ ആയിട്ട് അടിച്ചെടുത്തിട്ടുള്ള നാളികേരം പാലാണ് നമ്മൾ ഇതിലേക്ക് പിന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും പാലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ പാല് ഫുള്ള് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നോക്കി ഒഴിക്കുമ്പോൾ നമ്മുടെ ഇതേപോലെ അളവിലായിട്ടുണ്ട് കറി നമ്മുടെ കൊള്ളി. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എരിവിനൊക്കെ ഒരു പാകത്തിനനുസരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 8 ചുവന്നുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു കുഞ്ഞൊരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
നമ്മൾ ഇതിലേക്ക് ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് ഞാനിതാ ഒരു 1/2 ടീസ്പൂണിൻ്റെ അവിടേക്ക് ഉപ്പും പൊടി എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മൂടി വെച്ച് നമുക്കിതാ തീ കത്തിക്കുന്നു കേട്ടോ. ഇനി ഈ നാളികേരം പാല് കിടന്നിട്ട് വേണം നമ്മുടെ ഈ കൊള്ളി വെന്തെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് നോക്കിയാൽ ഞാനിതാ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ തീ കത്തിക്കുക. നമുക്ക് ചട്ടി ഒന്ന് ചൂടായി കിട്ടട്ടെ. നമ്മുടെ ചട്ടി നോക്കി നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം ചിക്കൻ കറിക്കൊക്കെ ഇത്തിരി വെളിച്ചെണ്ണ ഉണ്ടെങ്കിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഞാൻ കുറവിൽ തന്നെ വെച്ച് നോക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാവാൻ വേണ്ടി ഇരിക്കേണ്ട, ഒപ്പം തന്നെ നമുക്ക് എനിക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതാ 1 2 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇതാ 1 2 3 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഇതിലേക്ക് നമ്മളിത് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതാ ഗരം മസാല. അതിതാ നല്ലോണം 1 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയും നമ്മുടെ ഈ പൊടികളൊക്കെ ഇത് ഏതാണ്ട് ഓരോ പോലെ തന്നെ ഇതാ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെളിച്ചെണ്ണ ചൂടാവുമ്പോഴേക്കും തന്നെ ഈ പൊടികളൊക്കെ ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ തീ കുറവിൽ തന്നെ വെച്ചോളൂ. ഈ പൊടികളിലത്തെ ആ പച്ചക്കൊക്കെ ഉണ്ടല്ലോ അത് പോണ വരെ. അപ്പോൾ ആ പൊടിയിലേക്ക് ഒരു പച്ചമണം പോയി കഴിയുമ്പോൾ നമുക്കറിയാം പൊടിയുടെ അതിൽ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങി. ഈ സമയത്തുണ്ടല്ലോ ഞാനിതിലേക്ക് ഒരു 3 തക്കാളി 2 സവാളയും കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുത്തത് ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് നമുക്കൊന്ന് തീ കൂട്ടി വയ്ക്കാം. സവാളയും തക്കാളിയൊക്കെ ഇട്ട് നമുക്കൊന്ന് വഴറ്റി, അതായത് നല്ലൊരു ഒരു മധുര ടേസ്റ്റ് പോലത്തെ നമ്മുടെ സവാളയുടെക്ക് ആ ഒരു രീതി ആവണം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ പെട്ടെന്ന് ആവട്ടെ, നമ്മളിങ്ങനെ നന്നായിട്ട് അടിച്ചെടുത്തതായ കാരണം നമ്മളെ തക്കാളിയും സവാളയൊക്കെ ഇട്ടത് ഒന്ന് എന്താ പറയുക വഴറ്റി വരുമ്പോൾ നോക്കിയാൽ കണ്ടേ എണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കില്ല, എന്താ പറയുക, ഇതിൽ എണ്ണ കിടന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്ക് ചിക്കനിൽ അറിയാലോ, സാധാരണ ചിക്കൻ തിളച്ച് വരുമ്പോൾ തന്നെ ഇതിൽ ചിക്കൻ വേവാനുള്ള വെള്ളം ഉണ്ടാവും. അപ്പം അധികം ചാറോടൊന്നുമല്ല നമ്മൾ ഈ ചിക്കൻ വെക്കണേ കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒന്ന് തീ ഒരു മീഡിയം ലെവലിൽ, ഫുൾ തീയിൽ വെക്കണ്ട കേട്ടോ, മീഡിയം ലെവലിൽ വെച്ച് തിളച്ച് വരട്ടെ. അപ്പോൾ തന്നെ നമുക്കിതിൽ വെള്ളം വന്നു. നമ്മുടെ ഇവിടെ കപ്പ എന്തായി നോക്കാം നമുക്ക്. കപ്പത് നന്നായി തിളച്ചിട്ടൊക്കെ ഉണ്ട്, വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. പെട്ടെന്നാവും. ചിക്കൻ ആയാലും എന്താ പറയുക, വെക്കാനൊന്നും അധികം ബുദ്ധിമുട്ടില്ലാത്തൊരു ചിക്കൻ കറിയാണ് നമ്മളിന്ന് വെക്കുന്നത്. അതേപോലെ കപ്പയായാലും പെട്ടെന്ന് നല്ല വേവും.
നോക്കി നമുക്ക് ഒന്നും കൂടി തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ഇതാ കപ്പ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കണ്ട. ഈ ഒരു സമയത്ത് നമുക്കിതാ ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തു. പിന്നെ ഈ ഒരു അളവിൽ തന്നെ നമ്മളിത് ഇറക്കണം കേട്ടോ, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് കട്ടയായി പോവും. അപ്പോൾ നമ്മൾ ഒന്നാം പാല് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പാല് നമ്മളിത് ഇപ്പോഴാട്ടോ ഒഴിച്ചു കൊടുക്കണേ. ഇപ്പം നോക്കിയേ കണ്ട ഈ ഒരു അഴവ്. പക്ഷെ ഇനി ഇത് ചൂടാറി കഴിയുമ്പോഴുണ്ടല്ലോ ഇത് നോക്കിയേ നമ്മുടെ പാകത്തിനുള്ള ഒരു കട്ടിയായി കിട്ടും. കാരണം എൻ്റെ മൺകലാണ്, മൺകലത്തിലാകുമ്പോൾ ഒന്നും കൂടി നമുക്കത് കട്ടിയാവും കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ താളിച്ചെടുക്കാം. അപ്പം ഞാൻ അതിൻ്റെ തീ കത്തിച്ച് നമ്മുടെ ചീനിച്ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ചീനിച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ഒപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ തിളച്ചിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം നോക്കിയേ തിളച്ച് വരുമ്പോൾ കണ്ട വെള്ളം വരുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു തീ കുറവിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. ചീനിച്ചട്ടി ചൂടായി. ഇപ്പം നമ്മൾ നോക്കിയാൽ അതിലേക്ക് ഇതാ ഒരു 3 ടീസ്പൂൺ അവിടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടാ. അപ്പം ഞാൻ നോക്കി ഒരു 10 ചുവന്നുള്ളി സാധനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുമല്ലോ, അതുവരെ നമ്മളത് ആക്കിയെടുക്കണം. നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതൊരു 3 കതിര് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഉള്ളിയും വേപ്പിലൊക്കെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ആക്കിയെടുക്കണം. നോക്കിയാൽ നമ്മുടെ ഇപ്പുറത്ത് നമ്മുടെ ചിക്കൻ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കണ്ട വെള്ളം വന്ന് നോക്കണേ. ഈ ഒരു വെള്ളത്തിലും മതി നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്ക് വേണം വരെ നമുക്ക് ഒന്നുകൂടി മൂടി വയ്ക്കാം കേട്ടോ. നോക്കിയേ ഇതേപോലെ ഒരു കണ്ട കളർ ഗോൾഡൻ കളറായി വന്നു നമ്മുടെ ഉള്ളി. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് ഉണ്ടല്ലോ ഇതാ 3 പച്ചമുളക് നടുമുറിച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ആ മുളക് മുമ്പത്തി ഒരു കളർ ചെറുതായിട്ട് കയറുമല്ലോ, അത് വരെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ മുളകൊക്കെ ഇട്ടതാ മുളക് നമുക്ക് ചെറുതായിട്ടൊരു കളറൊക്കെ ഇതാ മാറി വന്നിട്ടുണ്ട്. നമുക്കിതാ ഗ്യാസ് ഞാൻ ഓഫ് ചെയ്ത് നമുക്ക് നമ്മുടെ കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു തുണ്ട് കപ്പ് എടുത്ത് നമുക്കിതാ ഇതിലേക്ക് ആക്കി കണ്ട. ഇപ്പം നോക്കി നമ്മുടെ റെഡിയായി കണ്ട. ആവശ്യത്തിനുള്ള ഒരളവ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ വേണ്ട ഈ ഒരു രീതിയിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ ചിക്കൻ നോക്കിയാൽ ഒന്ന് തുറന്ന് നോക്കാം. നോക്കിയേ ചിക്കൻ നമ്മുടെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇനി മൂടി വയ്ക്കണില്ല, ഇങ്ങനെ തന്നെ തുറന്ന് വെച്ചിട്ട് ഒത്തിരി കൂടി ഒന്ന് ചാറൊക്കെ ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തീ കുറവിൽ തന്നെയാണ് ഞാൻ എന്താ പറയുക ചാറ് വറ്റിച്ചെടുക്കണേ, എങ്കിൽ മാത്രമാണ് എണ്ണയൊക്കെ തെളിഞ്ഞിങ്ങനെ വരുള്ളൂ കേട്ടോ. നോക്കിയാൽ നമ്മൾ ചിക്കൻ തുറന്ന് വെച്ചിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടാണ്. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സൈഡിൽ ഒഴിച്ചിട്ട് കേട്ടോ. ഇപ്പം കണ്ടോ നമ്മുടെ പാൽക്കപ്പ് ഇതേപോലെ കട്ടിയിട്ടാ. വെള്ളം വന്നു തുടങ്ങി. ചിക്കൻ കാണാനുള്ള ഭംഗിനെ നോക്കിയേ, എന്തിനാ കഴിക്കണേ കണ്ട പോരല്ലേ. അടിപൊളി സാധനമാട്ടത്, ഒരു പ്രത്യേക രസം. ഇതിനെ ഭയങ്കര ചൂട്.
ഇതിന് പാൽക്കപ്പ എന്ന് പറയാം, ഞാൻ പാൽക്കൊള്ളി എന്ന് പറയാൻ പറ്റില്ല, ആ ഭാഷ മാത്രം നമുക്ക് പറയാൻ പറ്റും ഇവിടെ. ഒരു രസമല്ലേ അത് കേൾക്കുമ്പോൾ? ഓ ഭയങ്കര രസം, ഭയങ്കര ചൂട്. അതാ നോക്കിയേ, അടിപൊളി സാധനം. ഭയങ്കര രസം. ഞാൻ നിർത്തുന്നില്ല ചേട്ടാ, ഒന്നുകൂടി കഴിക്കുക. അത്ര രസമാണ്, അത്ര രസമായിട്ടുള്ള കറി കേട്ടാ. കറി എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റുന്നില്ല. തിന്നുകൊണ്ടിരിക്കുമ്പോൾ അത് അതിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് നിർത്തല്ലേ. അപ്പം എല്ലാവർക്കും ഒരു നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് അടുത്ത ദിവസം അടുത്ത വീഡിയോയ്ക്ക് കാണാം കേട്ടോ.